ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കടയിൽ കിട്ടുന്ന കണക്കത്തുള്ള അലവേറ ജെൽ എങ്ങനെ നമുക്ക് വീട്ടിൽ വളരെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം, അതും ഒരു കെമിക്കൽസും കൂടാതെ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അലവേറ ജെല്ലിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ സ്കിന്നിലായാലും ഹെയറിലായാലും ഒരുപാട് ഗുണങ്ങൾ അലവേറ ജെല്ല് തരുന്നുണ്ട്. നമ്മുടെ സ്കിന്നിലെ റെഡ്നെസ്സും ഇൻഫ്ലമേഷനും ഒക്കെ കുറയ്ക്കാനും സ്കിന്നിന് പെട്ടെന്ന് ഒരു കൂളിംഗ് ഇഫക്റ്റ് ഒക്കെ കിട്ടാനും അലവേറ ജെല്ല് സഹായിക്കുന്നു. പിന്നെ നമ്മുടെ ആക്നെ കോസിംഗ് ബാക്ടീരിയ ഒക്കെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ പിമ്പിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ അലവേറ ജെല്ല് സഹായിക്കുന്നുണ്ട്. പിന്നെ ഹെയറിന്റെ കാര്യമാണെങ്കിൽ ഹെയർ ഫാൾ നല്ല രീതിയിൽ കുറയ്ക്കാനും ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാനും ഹെയർ റൂട്ട്സ് സ്ട്രെങ്തൻ ചെയ്യാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അലവേറ ജെല്ലിനുണ്ട്. ആ അലവേറ ജെല്ല് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. എങ്ങനെയാന്ന് നോക്കാം. തന്നെ കുറച്ച് കറ്റാർവാഴ അതിന്റെ മഞ്ഞക്കറ മാറാനായിട്ട് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് വേണ്ടുന്നത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഈ ഒരു ഷേപ്പിൽ ക്യൂബായിട്ട് അരിഞ്ഞ് വെക്കുക. നമുക്ക് എന്നാലും മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്നിട്ട് ഉരുളക്കിഴങ്ങ് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന അലവേറയുടെ ജെല്ലാണ്. ജെല്ലെടുക്കാനായിട്ട് നമ്മൾ അലവേറയുടെ രണ്ട് സൈഡും നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന്റെ നടുക്കലത്തെ തൊലി ഭാഗം കൂടെ കളഞ്ഞിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ആ ഒരു ജെല്ല് നമ്മൾ ഇടുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പരുവത്തിൽ അടിച്ചെടുക്കുക മിക്സിയിലിട്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മിക്സിയിൽ വെച്ച് അരച്ച ഉരുളക്കിഴങ്ങ് നമ്മളൊരു തുണിക്കകത്ത് വെച്ച് അരിച്ചെടുക്കണം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് രണ്ടാമത് ഈ അലവേറയും കൂടി ഇങ്ങനെ അരിച്ചെടുക്കണം. നമ്മൾ അരിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് അതിന്റെ സ്റ്റാർച്ച് കിട്ടാനായിട്ട് ഒരു 2 മണിക്കൂർ നമ്മൾ അടച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അത് ചൂടായതിനു ശേഷം നമ്മുടെ അലവേറയുടെ ജെല്ല് ഒരു പാത്രത്തിൽ ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് ഇങ്ങനെ എടുക്കണം. എന്നിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പോൾ ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാമുള്ളൂ. എന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ സ്റ്റാർച്ച് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. 2 മണിക്കൂറിന് ശേഷം നമ്മൾ ആ ബ്രൗൺ കളറിലെ ലിക്വിഡ് എടുത്ത് കളഞ്ഞിട്ട് അതിന്റെ അടിയിൽ ചെറിയൊരു രീതിയിൽ സ്റ്റാർച്ച് വന്നിരിക്കും. അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ അലവേറ ജെല്ലിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. 20 മിനിറ്റ് ഡബിൾ ബോയിലിന് ശേഷം നമ്മുടെ അലവേറ ജെല്ലി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ട് ഞാൻ ഇവിടെ ഡപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത്രയുള്ള വീഡിയോ. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് അലവേറ ജെല്ല് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഞാൻ എന്റെ അലവേറ ജെല്ല് എടുത്തിട്ടുണ്ട് ഇട്ട് കാണിക്കാനായിട്ട് വീഡിയോയില്. ഇല്ലേ, ഇത് നമുക്ക് രാത്രി ഇട്ടോണ്ട് നടക്കുന്ന നല്ല ബെനിഫിറ്റ്സ് തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ആക്നെയും നമ്മുടെ റെഡ്നെസ്സും ഒക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കും ഈ അലവേറ. അപ്പം ഇത്രയുള്ള വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.